मेरे प्यारे बच्चों साइलम ऑनलाइन हिंदी क्लास में आप सबका स्वागत करता हूं। बच्चों आप ठीक है ना? എല്ലാ മക്കളും നമ്മുടെ പബ്ലിക് പരീക്ഷയ്ക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റെഡി അല്ലേ മക്കളെ? യെസ്, നമ്മുടെ പാഠഭാഗത്തിലെ ഒരു പ്രധാനപ്പെട്ട പാഠഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു. എല്ലാ മക്കളും റെഡി അല്ലേ? അച്ഛാ ബച്ചോ ദേഖിയേ, യെസ് പീപ്പിൾ ദാദി की കഥ അല്ലെ, പീപ്പിൾ ദാദി की കഥ അരയാൽ മുത്തശ്ശിയുടെ കഥയാണ് നമ്മുടെ പാഠഭാഗത്തിൽ പറയുന്നത് അല്ലെ. ഇക്കായിത്തീൻ മൂന്നാമത്തെ യൂണിറ്റിലെ ആദ്യമായിട്ട് പറയുന്ന പാഠഭാഗം അരയാൽ മുത്തശ്ശിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ. അരയാൽ മുത്തശ്ശിയുടെ കഥ നോക്കാം. അരയാൽ മുത്തശ്ശിയെ നോക്കൂ, തസ്വീർ ദേഖിയേ. യെസ്, എന്ത് ചെയ്യുന്നുണ്ട്? മനോഹരമായിട്ട് അരയാൽ മുത്തശ്ശിയെ അലങ്കരിക്കുന്നുണ്ട് അല്ലെ. അരയാൽ മുത്തശ്ശി നല്ല സന്തോഷത്തോടു കൂടി ചിരിക്കുന്നതും നമുക്ക് എന്ത് ചെയ്യാം, കാണാം അല്ലെ. അരയാൽ മുത്തശ്ശിയുടെ ദേഹത്ത് എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, ബലൂണുകൾ, തോരൻ, അതേപോലെ പോസ്റ്ററുകൾ ഒക്കെ ഒട്ടിക്കുന്നു. ഏക്ക് ലടുക്കി അല്ലെ, ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട് അല്ലെ. ആൺകുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? തോരനൊക്കെ ഇങ്ങനെ വലിച്ചു കെട്ടി അലങ്കരിക്കുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിൽ പ്രോഗ്രാം ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത്തരത്തിൽ നമ്മുടെ ക്ലാസ് റൂം ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? അലങ്കരിക്കും. അത്തരത്തിൽ എന്റെ മക്കൾ എന്ത് ചെയ്യുക? അതൊന്ന് ഓർത്തു നോക്കുക. യെസ്, ഇനി എന്താണ് ഇതിൽ പറയുന്നത് എന്ന് നോക്കാം. പീപ്പിൾ ദാദി ക്യോം ഹൻസ് രഹി ഹൈ അല്ലെ, എന്തിനാണ് അരയാൽ മുത്തശ്ശി ചിരിക്കുന്നത്? ഹൻസ് എന്ന് പറഞ്ഞാൽ ചിരിക്കുക. അതേപോലെ പിന്നെ പറഞ്ഞെന്താ? ബച്ചേ ക്യോം സജാ രഹേ ഹൈ, കുട്ടികൾ എന്തിനാണ് തയ്യാറെടുക്കുന്നത്? ഇങ്ങനെ രണ്ട് ചോദ്യങ്ങളുണ്ട് അല്ലെ. അതെന്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ എന്ത് ചെയ്യും? ഇത് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം നിങ്ങൾ സ്വയം പറഞ്ഞിരിക്കും. നോക്കാം. ഇനി അതിന്റെ താഴെ എന്താ കൊടുത്തിട്ടുള്ളത് മക്കളെ? എന്താണ് കൊടുത്തിട്ടുള്ളത്? യെസ്, എന്താണ്? ഉദിനൂർ ഗാവ് കെ ബച്ചേ ആജ് ബഹുത് ഖുശ് ഹേ. ഉദിനൂർ ഗ്രാമത്തിലെ കുട്ടികൾ ഇന്ന് വളരെയധികം സന്തോഷിക്കുന്നവരാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഉദിനൂർ ഗാവ്, ഗാവ് എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾക്കറിയാം, ഗാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്നാകുന്നു അല്ലെ. ഗാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമം, വെച്ച് എന്ന് പറഞ്ഞാൽ കുട്ടികൾ അല്ലെ. അതേപോലെ ആജ് എന്ന് പറഞ്ഞാൽ ഇന്ന് അല്ലെ. എന്നിട്ടോ ഖുശ് എന്ന് പറഞ്ഞാൽ സന്തോഷം അല്ലെ. യെസ്, എന്ന് പീപ്പിൾ ദാദി എന്ന് പറഞ്ഞാൽ മുത്തശ്ശി അല്ലെ. അപ്പൊ പീപ്പിൾ ദാദി പറഞ്ഞാൽ അരയാൽ മുത്തശ്ശി. ഇനി ജന്മദിൻ എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ അല്ലെ, ബർത്ത്ഡേ, ജന്മദിനം അല്ലെ. ഇത്തരത്തിൽ എന്റെ മക്കൾ മനസ്സിലാക്കുക. റെഡി അല്ലേ? അപ്പൊ എന്താണ് ഇവിടെ? ഒരിക്കൽ കൂടി മാഷ് വായിക്കാം. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഉദിനൂർ ഗാവ് കെ ബച്ചേ ആജ് ബഹുത് ഖുശ് ഹേ. ഉദിനൂർ ഗ്രാമത്തിലെ കുട്ടികൾ ഇന്ന് വളരെയധികം സന്തോഷവാന്മാരാണ്. കാരണം എന്താ? കൽ പീപ്പിൾ ദാദി കാ ജന്മദിൻ ഹേ. കൽ എന്ന് പറഞ്ഞാൽ നാളെ. യെസ്, കൽ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നാളെ. ആജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന്. അപ്പൊ കൽ, നാളെ എന്താണ്? പീപ്പിൾ, അരയാൽ മുത്തശ്ശിയുടെ എന്താണ് മക്കളെ? ജന്മദിനമാണ്. റെഡി അല്ലേ? യെസ്, ഇനി നമുക്ക് നോക്കാം അരയാൽ മുത്തശ്ശി ആരാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. പീപ്പിൾ ദാദി की കഥ, അരയാൽ മുത്തശ്ശിയുടെ കഥ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? മേം പീപ്പിൾ കാ പേട് ഹും. ഞാൻ അരയാൽ മുത്തശ്ശിയാണ്, ഞാൻ അരയാൽ വൃക്ഷമാകുന്നു. പേട് എന്ന് പറഞ്ഞാൽ മരം. റെഡിയാണോ? യെസ്, ഇനി പറഞ്ഞെന്താ? മേം നഹി ജാൻതി കി മേരി ആയു കിത്നി ഹേ. മേം നഹി, എനിക്കറിയില്ല. ജാൻതി കി മേരി ആയു, എന്റെ ആയുസ്, എന്റെ വയസ്സ്. ആയു എന്ന് പറഞ്ഞാൽ ഉംർ അല്ലെ, വയസ്സ്. എന്റെ വയസ്സ് കിത്നി ഹേ, എന്റെ വയസ്സ് എത്ര എന്ന് എനിക്കറിയില്ല. ലേക്കിൻ, എനിക്കറിയാം, എങ്കിലും. ലേക്കിൻ എന്ന് പറഞ്ഞാൽ എങ്കിലും. മുജേ യാദ് ഹേ, എനിക്ക് ഓർമ്മയുണ്ട്. മുജേ, എനിക്ക്. യാദ് ഹേ, യാദ് എന്ന് പറഞ്ഞാൽ ഓർമ്മ. അപ്പൊ എന്താണ് ഇവിടെ അരയാൽ മുത്തശ്ശി പറയുന്നത്? എനിക്ക് എന്റെ വയസ്സറിയില്ല, പക്ഷേ മുജേ യാദ് ഹേ, എനിക്കൊരു ഓർമ്മയുണ്ട്. എന്താ ഓർമ്മ? കൈ സാൽ പെഹലെ. എന്താണ് പറഞ്ഞാൽ? കൈ സാൽ പെഹലെ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ എന്തുണ്ട്? ഭലേ ആദ്മി, ഒരു നല്ല മനുഷ്യൻ അല്ലെ. ഭലേ ആദ്മി പറഞ്ഞാൽ നല്ല മനുഷ്യൻ, ഒരു നല്ല മനുഷ്യനാണ്. എന്ത് ചെയ്തത്? ആഗസ്റ്റ് കെ മഹീനെ മേ മുജേ യഹാം ലഗായാദ. ഒരു ആഗസ്റ്റ് മാസത്തിൽ ഒരു നല്ല മനുഷ്യനാണ് എന്നെ ഇവിടെ എന്ത് ചെയ്തത്? എന്നെ ഇവിടെ നട്ടിട്ടുള്ളത്. ലഗായാഥ എന്ന് പറഞ്ഞാൽ എന്നെ ഇവിടെ നട്ടിട്ടുള്ളത്. ഇനി പറയാ ഹർ സാൽ ഈസ് ഗാവ് കെ, എല്ലാ വർഷവും. ഹർ സാൽ, എല്ലാ വർഷവും ഈ ഗ്രാമത്തിലെ ആളുകൾ അല്ലെ. ഹർ സാൽ, വർഷം അല്ലെ, എല്ലാ വർഷവും. ഹർ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും. ഈസ് ഗാവ് കെ ലോഗ്, ഈ ഗ്രാമത്തിലെ. ലോഗ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ. ഏക് ആഗസ്റ്റ് കോ, 1 ആഗസ്റ്റിന് മേരാ ജന്മദിൻ മനാത്തേ ഹേ, എന്റെ ജന്മദിനം ആഘോഷിക്കുന്നു. അപ്പൊ എനിക്ക് എന്റെ വയസ്സറിയില്ല, പക്ഷെ ഒരു നല്ല മനുഷ്യൻ ആയാണ് എന്നെ ഇവിടെ നട്ടിട്ടുള്ളത് എന്നുള്ളത് എന്റെ ഓർമ്മയിലുണ്ട്. എല്ലാ വർഷവും ആഗസ്റ്റ് 1-ാം തീയതി ഈ ഗ്രാമത്തിലെ ആളുകൾ എന്ത് ചെയ്യുന്നു? എന്റെ ജന്മദിനം കൊണ്ടാടുന്നു. എന്നിട്ട് പറയാ ആജ് മേ ബഹുത് ഖുശ് ഹും, ഞാൻ ഇന്ന് വളരെയധികം സന്തോഷവാനാണ്. അപ്പൊ
ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി. പീപ്പിൾ ദാദി ക്യോം ഹൻസ് രഹി ഹേ, പീപ്പിൾ ദാദി എന്തുകൊണ്ടാണ് പുഞ്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് പുഞ്ചിരിക്കുന്നത്? പീപ്പിൾ ദാദിയുടെ എല്ലാ വർഷവും ഒന്നാമത്തെ ആഗസ്റ്റ് മാസം എന്ത് ചെയ്യും? പീപ്പിൾ ദാദിയുടെ ജന്മദിനം ആഘോഷിക്കും അല്ലെ? അപ്പൊ അത്തരത്തിൽ ആ ഗ്രാമത്തിലെ ആളുകൾ മുഴുവൻ പീപ്പിൾ ദാദിയെ എന്ത് ചെയ്യുന്നുണ്ട്? ഓർക്കുന്നുണ്ട് ആ ദിവസത്തിൽ. അപ്പൊ അത്തരത്തിലുള്ള അവരെ അലങ്കരിക്കുന്നതും പീപ്പിൾ ദാദിയെ ഇഷ്ടപ്പെടുന്നതും ആ ആഗസ്റ്റ് മാസത്തിലും അവരെ ജന്മദിനം കൊണ്ടാടുന്നതൊക്കെ എന്ത് ചെയ്യുന്നു? സന്തോഷിക്കാൻ ഒരു വഴി ഒരുക്കുന്നു പീപ്പിൾ ദാദിയെ എന്നുള്ളത് നമുക്ക് മനസ്സിലായോ മക്കളെ? സിമ്പിൾ ആയിട്ട് മനസ്സിലായോ? യെസ്. ഇനി എന്താണ് അതിൽ ചോദ്യം? ബച്ചേ ക്യോം സജാ രഹേ, എന്തുകൊണ്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? ഒരുങ്ങുന്നത് എന്തുകൊണ്ടാണ്? പീപ്പിൾ ദാദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച്. അതിന് ഉത്തരം നമുക്ക് ഇതിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. എന്താണ്? കൽ പീപ്പിൾ ദാദി കാ ജന്മദിൻ ഹേ അല്ലേ? അതുകൊണ്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? ഒരുങ്ങുന്നത്. ക്ലിയർ ആയോ മക്കളെ? യെസ്. അപ്പൊ ഇത്തരത്തിൽ സിമ്പിൾ ആയിട്ട് അരയാൽ വൃക്ഷത്തിന്റെ കഥ, അരയാൽ വൃക്ഷത്തിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ മക്കളെ? യെസ്. അടുത്തത് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് ഉപയോഗപ്രദമായ മറ്റൊരു വീഡിയോയുമായി വാശി വീണ്ടും വരും. എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.